ഔറംഗസീബിന്റെ കൂടെയുള്ളവരും മുൻഗാമികളും ചെയ്തത് നമ്മളെ പത്രമാധ്യമങ്ങളിൽ നമ്മളുടെ പുസ്തകങ്ങളിലൂടെ പഠിപ്പിച്ചതൊക്കെ ഇവർ ചെയ്ത നന്മകൾ എന്ന് പറഞ്ഞ പല കാര്യങ്ങളാണ്. ഇവർ ചെയ്തിരിക്കുന്ന ക്രൂരതയ്ക്ക് ഒരു കണക്കുമില്ല. ഒരു ജന്മത്തിൽ വായിച്ചാൽ തീരാത്ത അത്രയും ക്രൂരതയാണ് വിദേശ മുസ്ലിങ്ങൾ ഭാരതത്തിലേക്ക് കയറി വന്ന് ഹിന്ദു സ്ത്രീകളെ അടിമകളാക്കിയിട്ട് അവരിൽ കുട്ടികൾ ഉണ്ടാക്കാനുള്ള സെക്ഷുവൽ ഉപകരണങ്ങളായിട്ട് മാത്രം ഉപയോഗിച്ച് തകർത്ത് തരിപ്പണമാക്കിയത് ഭാരതത്തെ. പക്ഷേ നെഹ്റുവിൻ്റെ പ്രത്യേക നാക്ക് കൊണ്ട് അവരും ഇവിടെ വന്ന ക്രിസ്ത്യാനികളും ചെയ്ത തിന്മകളൊന്നും പഠിപ്പിക്കാതെ ഷേർഷായുടെ ഭരണപരിഷ്കാരം, അക്ബറിൻ്റെ ഭരണപരിഷ്കാരം, ഹുമയൂണിൻ്റെ ഭരണപരിഷ്കാരം, ജഹാംഗീറിൻ്റെ ഭരണപരിഷ്കാരം, ഇവർ പരിഷ്കാരം മാത്രമാണ്. ഇവരുടെ ക്രൂരതയ്ക്ക് ഒരു കണക്കില്ലാത്ത വിധത്തിലായിരുന്നു. ഇതിപ്പോൾ പറയാൻ കാരണം കഴിഞ്ഞ 2, 3, 4 ദിവസമായിട്ട് ഈ ഔറംഗസീബ് വാരണാസി ക്ഷേത്രത്തിൽ വന്നിട്ട് അതിൻ്റെ മുമ്പിൽ ഒരു വലിയ അഗ്നികുണ്ഡം ഉണ്ടായിരുന്നു. ആ അഗ്നികുണ്ഡത്തിലാണ് നമ്മളുടെ താളിയോല ഗ്രന്ഥങ്ങളെല്ലാം ഇട്ട് കത്തിച്ചത്. ആ ആളിപ്പടർന്ന തീയ് 186 ദിവസം കത്തിയത്രേ. ഭാരതത്തിലെ താളിയോല ഗ്രന്ഥങ്ങൾ നശിപ്പിക്കാൻ ഔറംഗസീബ് എന്ന കാർഗോടകൻ കാണിച്ചു കൂട്ടിയത്. ഈ ഹുമയൂണും ജഹാംഗീറും ഷാജഹാനും അക്ബറും എല്ലാം അതേ ക്രൂരതയാണ് കാണിച്ചു കൂട്ടിയത്. ഒരു ഗംഗാനദിയിൽ കുളിച്ചാൽ 150 ദിനാർ, അന്ന് ഭാരതത്തിലെ ഇവരുടെ കറൻസി ദിനാറായിരുന്നു, നാണയങ്ങൾ 150 ദിനാറാണ് പിഴയിടുക ഗംഗയിൽ കുളിച്ചാൽ. അല്ലെങ്കിൽ കഴുത്ത് വെട്ടിക്കളയും. 150 വർഷം അതുണ്ടായിരുന്നു. ഇതൊന്നും രക്തത്തിൽ ഇസ്ലാമിക ധർമ്മമുള്ള നെഹ്റു പുറത്തറിയിക്കാതിരിക്കാൻ ഡൽഹിയിലെ സകല റോഡുകൾക്കും ഇവരുടെ പേരാ കൊടുത്തിരിക്കുന്നത്. ഔറംഗസീബിൻ്റെ പേര്, ഷാജഹാന്റെ പേര്, ഷേർഷയുടെ പേര്. നിങ്ങളോട് പോയാൽ അറിയാൻ സാധിക്കും. ഈ ക്രൂരതരുടെ എല്ലാവരും കുത്തപ്പ്, ലോഡി ഗാർഡൻ, അതുപോലെ തന്നെ എത്രയൊക്കെ ഹുമയൂൺ ടോംബ്, ഹുമയൂൺ റോഡ്, ഇതെല്ലാം നിങ്ങൾക്ക് അവിടെ പോയാൽ ഇപ്പോഴും കാണാൻ സാധിക്കും. ഇപ്പോൾ സംഭവിച്ചത് ഈ കാശി നഗരം വിസ്തൃതമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ചുറ്റുമുള്ള വീടുകൾ ഗവൺമെൻറ് വാങ്ങിച്ച് അത് ഡിമോളിഷ് ചെയ്യുന്ന സമയത്ത് കണ്ടത് 18 വീടുകൾ ഡിമോളിഷ് ചെയ്തപ്പോൾ ആ 18ഉം അത്യുജ്വലമായ ക്ഷേത്രങ്ങളായിരുന്നു. ആ ക്ഷേത്രങ്ങളുടെ പുറത്ത് ഇഷ്ടിക വെച്ച് കെട്ടി അത് വീടാക്കി മാറ്റിയിരിക്കുകയായിരുന്നു. വളരെ ഗംഭീരമായിട്ട് യൂട്യൂബിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്ക് ഈ ഹൈന്ദവ ജനതയുടെ ഭാരതീയ സംസ്കാരം ജീവിതത്തിൽ പകർത്തിയവൻ്റെ കണ്ണുനീര് തിരിച്ചറിയാൻ ഇനി ഏത് ഭരണാധികാരി എത്ര കാലം ഇവിടെ വന്ന് ഭരിച്ചാലേ സാധിക്കുള്ളൂ എന്ന് പ്രാർത്ഥിക്കണം നമ്മൾ. ശരിക്കു പറഞ്ഞാൽ ശരിക്ക് ഈ നാടിൻ്റെ പഴയകാല ക്രൂരതകൾ നമ്മളിപ്പോഴും അറിഞ്ഞിട്ടില്ല. ഹിന്ദുക്കളോട് കാണിച്ചത് ഈ സെല്ലുലാർ ജയിലിലൊക്കെ ഒരു മറ്റു മതത്തിലുള്ളവനെയും തൂക്കി കൊന്നിട്ടില്ല, ഹിന്ദുക്കളെ മാത്രമേ കൊന്നിട്ടുള്ളൂ. ആ ഹിന്ദുക്കള് മതം മാറിയവനെയും കൊന്നിട്ടില്ല, അവനെ പിന്നെ ക്ലർക്കും പ്യൂണും ഒക്കെ ആക്കി മാറ്റിയതാണ്. അപ്പോൾ നമ്മൾ ഓർമ്മിക്കാനുള്ളത് ആ വാരണാസി നഗരത്തിൻ്റെ കുറേ ഭാഗങ്ങൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് പഴയ വീടുകൾ വാങ്ങിച്ചു വളരെ വലിയ തുക കൊടുത്ത് അവർക്ക് വേറെ വീടിൻ്റെ സൗകര്യം കൊടുത്തിട്ട് ആ പഴയ വീടുകൾ പൊളിച്ചപ്പോൾ കണ്ടത് മുഴുവനും ഹൈന്ദവ ക്ഷേത്രങ്ങളാണ്. ഇങ്ങനെ കേരളത്തിൽ ടിപ്പു സുൽത്താൻ പടയോട്ടം നടത്തിയപ്പോൾ തകർത്ത അമ്പലങ്ങളൊക്കെ പറയുമ്പോൾ എന്ത് ദേഷ്യം അറിയാമോ ഒരു വിഭാഗത്തിലുള്ള ജനതയ്ക്ക് വരുന്നത്. ആ പടയോട്ടം നടത്തിയത് എന്തിനായിരുന്നു? അമ്പലങ്ങൾ കൊള്ളയടിക്കാൻ വേണ്ടി മാത്രം. എന്നാൽ കൊള്ളയടിച്ചിട്ട് അവസാനിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. ഇന്നും തലശ്ശേരിയിലെ രാമക്ഷേത്രത്തിൻ്റെ മുമ്പിലുള്ള കോട്ട നോക്കിയാൽ അറിയാം. ആ കുളത്തിൻ്റെ അപ്പുറത്ത് നിന്നുകൊണ്ടാണ് ടിപ്പു സുൽത്താൻ അമ്പലത്തിലേക്ക് വലിയ പീരങ്കികൾ അയച്ചത്. ആ പീരങ്കി ഇപ്പോഴും തലശ്ശേരി അമ്പലത്തിലുണ്ട്. പീരങ്കിയുടെ ഉണ്ടകൾ എന്തിനാ തകർത്തത്? അവരുടെ പ്രത്യേകതയാണ്. വിഗ്രഹാരാധകരെ തകർക്കുക, അവരുടെ ക്ഷേത്രങ്ങൾ തകർക്കുക, അവരെ മതം മാറ്റുക. ഈ 3 എണ്ണേ ഉള്ളൂ. അത് ചെയ്തപ്പോൾ എന്താ കണ്ടത് വാരണാസിയിൽ എന്നുള്ളത് നമ്മൾ അറിയണം. ഇതൊക്കെ പ്രതികരിക്കാനും മറ്റൊന്നിനുമല്ല, പക്ഷെ ഹിന്ദു അനുഭവിച്ച വേദന ഇനി അനുഭവിക്കേണ്ടി വരാതിരിക്കാൻ
ഇതൊക്കെ നമ്മൾ അറിയണം.